Doctor! Sir? See her. Oh. Sorry, sir. She's no more. ഈ മുല്ലമ്പാറ എന്ന സ്ഥലത്ത് ഏകദേശം 30-40 ഗ്രാമങ്ങളുണ്ട്. അവിടെ 2548 പേരാണ് താമസിക്കുന്നത്. ആ മലമ്പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളും കൃഷിക്ക് വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെയുള്ള വില കൂടിയ മരങ്ങളും പിന്നെ മൃഗങ്ങളെയും അവർ നശിപ്പിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ കാടുകളും പിന്നെ മലകളും അവരൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രാമവും അവിടത്തെയുള്ള ആൾക്കാരെയും ആക്രമിക്കാനുണ്ടായ മോട്ടിവേഷൻ എന്തായിരുന്നു? മുല്ലമ്പാറയിലെ വനപ്രദേശത്ത് SP ജമാൽ, DFO രാജൻ, റേഞ്ചർ സുകുമാരൻ, ഫോറസ്റ്റ് ഓഫീസർ സുരേഷ്, പീറ്റർ എല്ലാവരും കാട്ടിലൊരു ഭരണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗവൺമെന്റ് തന്ന ഒരു വണ്ടികളും ഉപയോഗിക്കാതെ അവരുടെ സ്വന്തം ജീപ്പിൽ ഫോറസ്റ്റ് എന്ന സ്റ്റിക്കർ മുട്ടിച്ച് ആ കാട് മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങളെ ഡിസ്ട്രിക്ട് കളക്ടർ ദാമോദരന്റെ സഹായത്തോടെ മുല്ലമ്പാറ വനപ്രദേശം പുലികളുടെ ശരണാലയമാണെന്ന് ഗവൺമെന്റ് അറിയിച്ചതായി അവിടെയുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു. അവരൊക്കെ ഒഴിഞ്ഞു പോകാൻ വിസമ്മതിച്ചത് കാരണം പുലി കൊന്നതുപോലെ ഒരു പെണ്ണിനെ ക്രൂരമായി കൊന്നിരിക്കുന്നു. ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് കൊടുത്തതാണെന്ന് പറഞ്ഞ് തോക്കും കയ്യിൽ കൊടുത്ത് അവിടെയുള്ള ജനങ്ങളോട് തന്നെ ആ കാട്ടിൽ കാവൽ നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ ഇവർ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് ഇവരൊക്കെ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി തീർത്ത് ആ ഗ്രാമം തന്നെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി തെറ്റായ കേസുണ്ടാക്കി ആയിരക്കണക്കിന് ജനങ്ങളെ ആന്ധ്രയിലൊരു കൽക്വാരിയിൽ ജോലി മേടിച്ചരാന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി അവരെയൊക്കെ അടിമകളാക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം മറ്റാരുമല്ല, വനവകുപ്പ് മന്ത്രി മിസ്റ്റർ കരുണാകരൻ. ഗവൺമെന്റ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച 14,000 കോടി വില വരുന്ന 1177 ഏക്കർ നിലം മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി വ്യാജ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി വിറ്റിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇടയ്ക്ക് വെച്ച് മരിച്ച ചെമ്പരത്തിയുടെ സ്റ്റേറ്റ്മെന്റും ഈ ഫയലിലുണ്ട് മാഡം. ആ ഗ്രാമത്തിലുള്ളവരെല്ലാവരെയും പുറത്തേക്ക് വിടാനായിട്ട് ഏർപ്പാട് ചെയ്തേക്കൂ. ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും തൽക്കാലം അവരുടെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യപൂർവ്വം ചെയ്തു കൊടുക്കും. താങ്ക് യു മാഡം. ആ കാട്ടിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ ദ്രോഹം ചെയ്ത എല്ലാവരെയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തേക്ക്. നിയമപ്രകാരം എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തേക്കും. ഷുവർ മാഡം. അതെ, കരുണാകരൻ, SP ജമാൽ, പിന്നെ കലക്ടർ, ജയിലർ ഇവരൊക്കെ കാശ് കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നു. എടാ എന്തൊക്കെയാടാ നീ പറയുന്നത്? അതേടാ. അപ്പൊ നിയമം അവർക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ അവരെ ശിക്ഷിക്കുക? നമ്മൾ തന്നെ ശിക്ഷിക്കണം. നമ്മൾ അനുഭവിച്ച വേദന ഇനി നമ്മുടെ സന്തതികൾ അനുഭവിക്കരുത്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ അവരെ കൊല്ലണം, അല്ലെങ്കിൽ അവരെ കൊല്ലാൻ ശ്രമിച്ച് നമ്മൾ ഒടുങ്ങണം. നമുക്ക് നഷ്ടപ്പെടാനായി ഇനി നമ്മുടെ ജീവൻ മാത്രമേ ഉള്ളൂ. വേഗം വാ, പോവാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. അത് പറ്റുമോന്ന് ഞാൻ ശ്രമിച്ചു നോക്കാം. ഞങ്ങളുടെ അപേക്ഷ തന്നെ പരിപൂർണ മനസ്സോടെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പറയണമെന്നുള്ളതാ. ജയിലിൽ വെച്ച് അവസാനിക്കേണ്ട ഞങ്ങളുടെ ജീവിതം സാറാണ് തിരിച്ചു തന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങള് കുറ്റവാളികളുടെ പട്ടികയിലാണ് നിൽക്കുന്നത്.
എന്തടാ വഴി തടസ്സപ്പെടുത്തുന്ന? നിന്നൊക്കെ ജയിലിൽ വെച്ച് തന്നെ തട്ടിയിരിക്കണം. പോടാ. വിടരുന്നവനെ പിടിക്കണം. വിടരുന്നവനെ പിടിക്ക്. വാടാ, വരാനല്ലേ പറഞ്ഞത്? കെട്ട്. അയച്ചു വിടറാ. എടാ വിടറാ എന്നെ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്നു. അത് വെറും സംസാരത്തിലും എഴുത്തിലും മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രാവർത്തികമാകുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആവുമായിരുന്നോ? നിയമം അവരെ വെറുതെ വിട്ടതുകൊണ്ടാ ഞങ്ങൾ അവരെ കൊന്നത്. അതല്ലാതെ ആയുധങ്ങൾ എടുക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആയുധം ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അത് ശത്രുതയെ വളർത്താനേ ഉപകരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ചെയ്ത കൊലപാതകങ്ങൾ നിയമപ്രകാരം തെറ്റാണ്. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. ഒരു കാരണവശാലും ഇവിടെയുള്ളവരെ നശിപ്പിക്കരുത് സാറേ.